ജീവിത പ്രതിസന്ധികളെ ചിരിച്ചുകൊണ്ട് നേരിടുന്ന ഒരു മിടുക്കിയുണ്ട് മണ്ണാർക്കാട് ദേശബന്ധു സ്കൂളിൽ. അലനല്ലൂരിലെ സുബ്രതോ മുഖർജി ഫുട്ബോൾ ടൂർണമെന്റിൽ അണ്ടർ-17 വിഭാഗത്തിലെ തന്റെ സ്കൂൾ ടീമിനായി ജിസ്മ മരിയ മാത്യു ബൂട്ടണിഞ്ഞപ്പോൾ പിറന്നത് പുതുചരിത്രം. ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് കായിക പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാൻ അവസരമൊരുക്കുന്ന ഇൻക്ലൂസീവ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ പ്രോഗ്രാം വഴിയാണ് ജിസ്മ കളിക്കാനിറങ്ങിയത്. ഫുട്ബോളിന്റെ ഭിഷിക ലയണൽ മെസ്സിയെ മനസ്സിൽ കരുതിയാണ് ജിസ്മയുടെ ഓരോ കിക്കും. ശാരീരിക ബുദ്ധിമുട്ടുകളെ മനസാന്നിധ്യം കൊണ്ട് തോൽപ്പിച്ച് എല്ലാവരെയും പോലെ അവളും കളിക്കും. ജിസ്മയെ അറിയാവുന്നവർക്ക് അതൊരു പുതുമയെ അല്ല. തച്ചമ്പാറ ദേശബന്ധു സ്കൂളും അവളെ കൈപിടിച്ച് മത്സരത്തിലേക്ക് ഇറക്കിയ കായികാധ്യാപകൻ അർജുനും ഏറെ കയ്യടി അർഹിക്കുന്നുണ്ട്. ഒരു കായികാധ്യാപകൻ എന്ന നിലയിൽ ഏറ്റവും അഭിമാനമുള്ള നിമിഷമാണിതെന്ന് കായികാധ്യാപകൻ അർജുൻ പറയുന്നു. ജിസ്മ അത്രയും മിടുക്കിയായ കുട്ടിയാണ്. ജിസ്മ ഫുട്ബോൾ മാത്രമല്ല, നല്ലൊരു അത്ലറ്റാണ്, നല്ലൊരു ബാഡ്മിൻ്റൺ പ്ലെയറാണ്, വോളിബോൾ ഫുട്ബോൾ ടീമിൽ കളിക്കുന്ന ഒരാളാണ്, ബാസ്കറ്റ് കളിക്കുന്ന ഒരാളാണ്. ജിസ്മയെ ആഡ് ചെയ്യുന്നതിലൂടെ നമ്മൾ കൊടുക്കുന്നൊരു സന്ദേശം എന്തെന്ന് വെച്ചാൽ ഇവരെല്ലാവരും മാറ്റി നിർത്തപ്പെടേണ്ടവരല്ല, മറിച്ച് ചേർത്ത് നിർത്തപ്പെടേണ്ടവരാണ് എന്നൊരു സന്ദേശമാണ് ഇൻക്ലൂസീവ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ എന്ന ഈ ആശയത്തിലൂടെ സാധ്യമാവുന്നത്. മത്സരങ്ങളുമായി മുന്നോട്ടു പോകുമെന്നും ഒന്നിനോടും തോറ്റുകൊടുക്കില്ലെന്നും ജിസ്മയും പറയുന്നു. കുറവുള്ളവരൊന്നും ഒഴിഞ്ഞു മാറണ്ടേ, എല്ലാവരും ഈ ലോകത്ത് ഒരേപോലെയാണ്. ഇതേപോലെ ഇനിയും ഒരുപാട് നന്നായി കളിക്കണം, അതൊക്കെയാണ് എൻ്റെ ഡ്രീം. സാറാണ് എന്നെ ഇതിലേക്ക് ഏറ്റവും നന്നായിട്ട് ഇങ്ങോട്ട് ഇറക്കാൻ വേണ്ടി എല്ലാ കാര്യങ്ങളും എനിക്ക് പറഞ്ഞു തരികയും അതേപോലെ ചെയ്യണം. പിന്നെ കോച്ചും അതേപോലെ തന്നെ പറഞ്ഞ് രണ്ടുപേരും കൂടി എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ഞാനിങ്ങനെ ഇവിടെ നിൽക്കുന്നത് തന്നെ. കല്ലടിക്കോട് പനയമ്പാടം സ്വദേശികളായ സ്കറിയ, ലിമ മാത്യു ദമ്പതികളുടെ മകളാണ് ജിസ്മ. ഇനിയും നിരവധി നേട്ടങ്ങൾ ജിസ്മയ്ക്ക് സ്വന്തമാക്കേണ്ടതുണ്ട്. വിശാലമായ ഈ ലോകത്ത് വിസ്മയങ്ങൾ തീർക്കാൻ അവൾക്ക് സാധിക്കുമെന്നതിൽ സംശയമില്ല. ന്യൂസ് മലയാളം, പാലക്കാട്.